ശ്രീ KP മജീദ്, അങ്ങേക്ക് 8 മിനിറ്റ്. സർ, ബഹുമാനപ്പെട്ട ധനമന്ത്രി അവതരിപ്പിച്ച ഈ ഫൈനാൻസ് ബില്ലിനെ ഞാൻ എതിർക്കുകയാണ്. ഇന്ന് അനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചിറങ്ങിയതിലെ സന്തോഷം സഭ രേഖപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം ഇന്ന് നമുക്ക് വേദനയുടെ ദിവസം കൂടിയാണ്. അമേരിക്കയുടെ ഹുങ്കുപയോഗപ്പെടുത്തി നിരപരാധികളായിട്ടുള്ള പലസ്തീൻകാരുടെ നേരെ വ്യാപകമായ ബോംബ് വർഷിച്ച് 400-ഉം ഏറെ, ചില റിപ്പോർട്ടനുസരിച്ച് 1000-നടുത്ത ആളുകൾ മരിച്ചു വീണിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതിൽ നമുക്കുള്ള വേദനയും ഞാൻ ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി അവതരിപ്പിച്ച ഈ ഫൈനാൻസ് ബില്ലിനോടനുബന്ധിച്ച് ഭരണപക്ഷത്തും സാധാരണ പറയുന്ന പോലെയുള്ള വിമർശനങ്ങൾ ഇന്നും വന്നു. കേന്ദ്രത്തിനെതിരായി പാർലമെൻറ്റ് അംഗങ്ങളൊന്നും ശബ്ദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാദം. കേരളത്തിൻ്റെ അവഗണന എന്ന് പറയുന്നത് LDF ഗവൺമെൻറ്റിനുള്ള അവഗണനയല്ല, കേരളത്തിലെ ജനങ്ങളുള്ള അവഗണനയാണ്. അത് തീർച്ചയായ ബോധ്യം UDF MP-മാർക്കും എല്ലാവർക്കും ഉണ്ട്. ഞാനിവിടെ പറഞ്ഞ വയനാടിൻ്റെ ദുരന്തത്തെ സംബന്ധിച്ച് ആദ്യം പ്രസംഗിച്ച മെമ്പർ പ്രകാശിക്കുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വയനാട് ദുരന്തത്തിന് ശേഷം അത് പാർലമെൻറ്റ് ഉന്നയിക്കാൻ വയനാട് MP-യുടെ നേതൃത്വത്തിൽ എല്ലാ കക്ഷികളും, അതിൽ എല്ലാ മെമ്പർമാരുണ്ട്, ഭരണകക്ഷി MP-മാരുണ്ട്, UDF MP-മാരുണ്ട്, എല്ലാവരും ഒരുമിച്ചാണ് പ്രതീക്ഷ ഉയർത്തിയത്. പാർലമെൻറ്റിനകത്ത് നടത്തി, പാർലമെൻറ്റിൻ്റെ പുറത്ത് സത്യാഗ്രഹം നടത്തി, അതെല്ലാവരും ഒന്നിച്ചായിരുന്നു. അതൊന്നും മറച്ചു വെക്കരുത്. പാർലമെൻറ്റ് നടപടികളെ സംബന്ധിച്ച് ഒരു പ്രാഥമികമായിട്ട് ഉണ്ടെങ്കിൽ അവരിത് പറയില്ലായിരുന്നു. ഇങ്ങനെ പല സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ധനമന്ത്രി ഒരു ഇതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ മെമ്പർ ആരിസ് വീരൻ രാജ്യസഭയിലുണ്ട്. കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായി, ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതിനായി അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിനകത്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്യുന്നുണ്ട്. കാരണം ഇത് LDF ഗവൺമെൻറ്റിനുള്ള വിരോധമല്ല, നമ്മുടെ കേരളത്തോടുള്ള വിരോധമാണ്. ആ രീതിയാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള പരാമർശം ഒഴിവാക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ GST സംവിധാനം വന്നതോടുകൂടിയാണ് നമ്മുടെ ധനവികാസ സംസ്ഥാനത്തുള്ള കാര്യമായി പ്രതികൂലമായിരിച്ചത് നമുക്കറിയാം. ഈ GSTയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അത് വന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്തുകളോ അതുണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളോ നമ്മൾ നേരത്തെ കണ്ടില്ല. അന്ന് ധനമന്ത്രി അത് വളരെ സഹർഷം സ്വാഗതം ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. ഇപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് 5 വർഷത്തേക്കുള്ള കോമ്പൻസേഷൻ കിട്ടി. ഇപ്പോൾ നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ വളരെ പ്രയാസത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇപ്പോൾ ധനമന്ത്രി പറയുന്നത് നല്ലൊരു സേഫ് ലാൻഡിങ് ഈ സാമ്പത്തിക വർഷം ഉണ്ടാകുന്നതാണ്. ഏതെങ്കിലും നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം വെച്ചാൽ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ മേഖലയിലും വ്യാപകമായി കുടിശ്ശിക കിടക്കുകയാണ്. ആ കാര്യത്തെപ്പറ്റി പറയുന്നതില്ല. ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് നൽകാനുള്ള ഭീമമായ സംഖ്യ കുടിശ്ശികയായി കിടക്കുകയാണ്. കാരുണ്യ ആരോഗ്യ പദ്ധതി അതുപോലെ തന്നെയാണ്. വിവിധ ക്ഷേമ പദ്ധതികൾ, വയോമിത്രം തുടങ്ങിയിട്ടുള്ള സ്കീമുകൾ, ഉച്ചഭക്ഷണത്തിൻ്റെ കുടിശ്ശിക, കുടുംബശ്രീ നടത്തുന്ന വോട്ടുകൾക്ക് നൽകുന്ന സബ്സിഡി, കാർഷിക മേഖലയിലെ വിവിധ പദ്ധതിയിലെ കുടിശ്ശിക, നെല്ല് സംഭരണത്തിൻ്റെ കുടിശ്ശിക, മരുന്ന് കമ്പനികൾക്ക് നൽകാനുള്ള കുടിശ്ശിക, സപ്ലൈകോ കരാറുകാർക്ക് നൽകാനുള്ള കുടിശ്ശിക, PWD കരാറുകാർക്ക് നൽകാനുള്ള കുടിശ്ശിക, ജലജീവൻ എടുത്തിട്ടുള്ള കരാറുകാർക്കുള്ള കുടിശ്ശിക, അങ്ങനെ നോക്കിയാൽ വിവിധ മേഖലയിൽ കുടിശ്ശിക കൂടെ നമുക്ക് നിന്നതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രി ഒരു സേഫ് ലാൻഡിംഗ് ഉണ്ടാവുമെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ബജറ്റിൽ നമ്മൾ പാസ്സാക്കി കൊടുത്ത തുക 50% കട്ട് ചെയ്തിരിക്കുകയല്ലേ. നമ്മുടെ നിയമസഭ ഇതുവരെ ചർച്ച നടത്തി ഒരു ബജറ്റ് ഉണ്ടാക്കി അത് ചർച്ച ചെയ്ത് നമ്മൾ പാസ്സാക്കി കൊണ്ടുപോകുമ്പോൾ നമ്മൾ അവസാന ഘട്ടം വരുമ്പോൾ അത് കട്ട് ചെയ്യാണ്. കട്ടിയുടെ ഫലമായിട്ട് എന്താണ്, എല്ലാ വകുപ്പിനെ പ്രവർത്തനം നിശ്ചലമാവുന്നു. അത് വികസന പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കും. നമ്മളെല്ലാവരും കാണുന്ന കാര്യമാണ്. അപ്പോൾ ഈ സാമ്പത്തിക വർഷം ഈ അടുത്ത സാമ്പത്തിക വർഷം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പദ്ധതി വിധം വെട്ടിക്കുറയ്ക്കില്ലെന്ന് ധനമന്ത്രിക്ക് ഈ സഭയിൽ ഉറപ്പ് നൽകാൻ കഴിയുമോ എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഉറപ്പ് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഞാനിവിടെ പറയുന്നത്, നമ്മുടെ കേരളം വലിയൊരു വിപത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടമാണ് ഇപ്പം കാണുന്നവരെല്ലാം. നമ്മുടെ തൊഴിലിന് വേണ്ടി ആളുകൾ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിക്കാനും അത് തൊഴിലെടുക്കാനും പോകുന്നുണ്ട്. ഇതെല്ലാം ഒരു അടുത്ത ഏതാനും വർഷം കൊണ്ട് തിരിച്ചു വരുന്ന ഘട്ടത്തിലാണ്. AI കൂടി വന്നതോടുകൂടി അനേകം കമ്പനികളിൽ നിന്ന് ആളുകളെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ആളുകൾ ജീവനക്കാർ പിരിച്ചുവിടാൻ വേണ്ടി തീരുമാനമെടുത്തുകൊണ്ടിരിക്കുകയാണ് വലിയ കമ്പനികൾ.
അതൊക്കെ കേരളത്തിലേക്ക് ആളുകൾ തിരിച്ചു വരികയാണ്. ഗൾഫ് മേഖലയിലുണ്ടായിട്ടുള്ള ഈ തൊഴിലില്ലായ്മയുടെ ഫലമായി തൊഴിൽ നഷ്ടപ്പെട്ട എത്ര ആളുകൾ ഇവിടെ തിരിച്ചു വരുന്നു. അത് കേരളത്തിന് വലിയൊരു പ്രയാസകരമായ സ്ഥിതിവിശേഷം വരും. അതിനെ മുൻകൂട്ടി കണ്ട് അതിന് കാര്യമായി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കേരളം വലിയ അപകടത്തിലേക്കുള്ള സാധ്യതയാണ് കാണുന്നത്. ഇവരുടെ എല്ലാം ഉത്തരവാദിത്തം നമ്മൾ ഏൽക്കേണ്ടി വരും. അതുമാത്രമല്ല, ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ തിരിച്ചു വന്ന് ജോലിയില്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മൾ കാണുന്ന ലഹരിയാവട്ടെ മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം വർദ്ധിച്ച് കേരളത്തിൽ തന്നെ വലിയൊരു പ്രയാസകരമായ സ്ഥിതിവിശേഷം വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ജനസംഖ്യാനുപാതികമായിട്ടാണ് നമുക്ക് കേരളത്തിന് പദ്ധതി ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ശിശുനിരക്ക് കുറയുകയും വൃദ്ധന്മാർ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പ്രതിഭാസത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ധനാരി കമ്മീഷൻ്റെ ഈ സ്ഥിതി വിശേഷത്തിൽ നമുക്ക് ലഭ്യമാകാൻ പോകുന്ന ഈ പ്രയാസങ്ങളെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത് എന്ന് വലിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ജനസംഖ്യ നമ്മൾ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന ചില കാര്യത്തിൽ നമ്മൾ കാര്യമായ നടപടി എടുത്തുകൊണ്ടാണ് ജനസംഖ്യയുടെ കുറവ് വന്നത്. പക്ഷേ അത് പരിഗണിക്കാതെ ജനസംഖ്യാനുപാതികമായുള്ള ഈ സംവിധാനം വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരാണ്. ഇപ്പോൾ നമുക്കറിയാം, മണ്ഡലങ്ങൾ പുനർവിഭജിക്കാൻ പോവുകയാണ്. മണ്ഡലം പുനർവിഭജനം നടക്കുമ്പോഴും ജനസംഖ്യയാണ് പ്രധാനപ്പെട്ട മാനദണ്ഡം. അത് വരുമ്പോൾ ഇന്ത്യ ബെൽറ്റിലെ സ്റ്റേറ്റുകൾക്ക് കാര്യമായ ഗുണമുണ്ടാകും. നമുക്ക് വളരെയധികം പ്രയാസകരമായ സ്ഥിതിയാണ് ഉണ്ടാകുക. അതുപോലെ തന്നെ വയോജനങ്ങൾ ഈ വർദ്ധമെന്ന് പറയുമ്പോൾ വയോജനങ്ങളെ ബാധിക്കുന്ന ഒട്ടേറെ പ്രശ്നം വരികയാണ്. അവരുടെ പ്രശ്നങ്ങൾ ഒരു സാമൂഹിക പ്രശ്നമായി നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അതിനുവേണ്ടി പ്രത്യേക പല പരിപാടിയും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പരിപാടികളൊന്നും ശരിയായ രീതിയിൽ നടന്നു വരുന്നില്ല എന്നാണ് എൻ്റെ വാദം. ഇപ്പോൾ വയോമിത്ര പദ്ധതിയുണ്ട്, അതിൽ ഡോക്ടർമാരും നഴ്സുമാരും പോവുകയാണ് പണം കൊടുക്കാത്തതുകൊണ്ട്. അവിടെ അവർക്കുള്ള മരുന്നുകൾ ഇപ്പോൾ കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സീനിയർ സിറ്റിസൻ്റെ ഈ ഒരു പ്രശ്നം വരുമ്പോൾ അത് നമ്മളെ വളരെ ഗൗരവമായി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഈ ജനസംഖ്യയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഇന്ന് മനോരമയിൽ ഒരു അതിനെപ്പറ്റി പറഞ്ഞിട്ട് നമ്മുടെ ചൈനയിൽ, അതാണ് നമുക്ക് മാതൃകയാക്കുന്ന സ്ഥലം. അവിടെ ഇപ്പോൾ വന്നിട്ടുള്ള തീരുമാനം പറയുന്നത് ആദ്യമായി സന്താനം ഉണ്ടാകുന്നെങ്കിൽ 10,000 യുവാൻ കൊടുക്കും. രണ്ടാമത്തെ കുട്ടിക്ക്, അത് ചൈനയിലെ കാര്യമാണ് കൊടുക്കുന്നത്, 10,000 യുവാൻ കൊടുക്കും. ചൈനയിലെ യുവജനങ്ങൾക്ക് 5-ൽ ഒരാളെ വിവാഹത്തിന് തയ്യാറാവുന്നുള്ളൂ. രാജ്യത്തെ ജനസംഖ്യ തുടർച്ചയായി 3-ാം വർഷം താഴോട്ടാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള പുതിയ പുതിയ പാക്കേജ് നടത്താണ്. ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ കേരളത്തിൽ ഇതേ സ്ഥിതി വരാൻ പോവുകയാണ്. ഇപ്പം എല്ലാ വീടുകളിലും വൃദ്ധന്മാരായിട്ട് ഒരു പുരുഷനും സ്ത്രീ ഉണ്ടാവും. കുട്ടികളെ കണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇപ്പം ചൈനയിൽ എന്താ സംഭവിച്ചെങ്കിൽ അത് നമ്മുടെ കേരളത്തിൽ വരാനിരിക്കുകയാണ്. കേരളത്തിലെ ഒരു 10-20 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാധിക്കുന്ന വളരെ ഗൗരവകരമായൊരു പ്രശ്നമായിരിക്കും ഈ ജനസംഖ്യാ നിയന്ത്രണത്തിന് ഫലമായിട്ടുണ്ടാകാൻ പോകുന്നത്. ഇതിനൊക്കെ നമ്മൾ നേരിട്ട് അത് കണ്ടില്ലെങ്കിൽ പ്രയാസകരമാണ് എന്ന് ഞാൻ പറയും. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. എൻ്റെ മണ്ഡലത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 2 ചെറുപ്പക്കാരെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. അവരുടെ പേരിൽ എന്താ കേസുകൾ അറിയില്ല. രാഷ്ട്രീയമായ സമരത്തിൽ പങ്കെടുത്ത കേസുണ്ട്. പക്ഷേ അർദ്ധരാത്രി വന്ന് പോലീസ് തിരുവരങ്ങാടി സ്റ്റേഷൻ്റെ പരിധിന് പുറത്തുള്ള താനൂർ DYSP അടക്കമുള്ള ആളുകൾ വന്നിട്ട് അവരെ പിടിച്ചുകൊണ്ടുപോവാണ്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരായിട്ടുള്ള അബൂ സിദ്ദീഖ്, അതുപോലെ തന്നെ അദ്രാൻകുട്ടി പറഞ്ഞ മുനിസിപ്പാലിറ്റിൻ്റെ വൈസ് ചെയർമാൻ കൂടിയാണ്. അവർ പോലീസ് സാധനം ബന്ധപ്പെടുന്നവരാണ്. തിരുവരങ്ങാടി പോലീസിലേക്ക് പോകുന്നെങ്കിൽ അവരവരെ അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറുന്നില്ല. അപ്പം രാത്രി അവരെ കണ്ട് വന്ന് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുകയാണ്. ഇതിനെതിരായിട്ട് ഞങ്ങൾ SP കണ്ടെങ്കിലും അവർക്കൊന്നും മറുപടി ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇക്കാര്യത്തിൽ സബ്മിഷൻ കൊടുത്തു. എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ സഭയിൽ ഈ സമയത്ത് പറയുന്നത്. ഇക്കാര്യത്തിൽ അവരുടെ പേരിൽ നടപടിയെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഉണ്ടാകണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നു.